എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഇന്ന് അവസാനിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്തു, എന്നാൽ ആ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും FYUGP 2025-26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ക്യാപ്പ് ID കൊടുക്കുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്യാപ്പ് ID സെക്യൂരിറ്റി കീയോ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ടൈപ്പ് ഏതാണ്, അതായത് FYUGP രജിസ്ട്രേഷൻ 2025 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയ ഇമെയിൽ ID അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവ നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും മൊബൈൽ നമ്പറിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ക്യാപ്പ് IDയും സെക്യൂരിറ്റി കീയും നിങ്ങൾക്ക് ഇമെയിലായിട്ടും അതുകൂടാതെ തന്നെ SMS ആയിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ്, അതായത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങളിപ്പോൾ നിലവിൽ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഭാഗത്തായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നുണ്ടാവും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതല്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യണം. മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ചെയ്തിട്ടില്ലെങ്കിൽ മാൻഡേറ്ററി ഫീ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്ക് മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ UPI മുഖേന പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറേ വിദ്യാർത്ഥികൾക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു മൊബൈൽ ബാങ്കിങ് കാര്യങ്ങളൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ, അത് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓൾറെഡി നെറ്റ് ബാങ്കിങ് അതിൻ്റെ IDയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു നെറ്റ് ബാങ്കിങ്ങിൻ്റെ ID വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. കാരണം UPI ഫെയിൽഡ് ആവുന്നതായിട്ട് പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാനുള്ള ഈ ഒരു ഫീസ് അടക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയോ മറ്റോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ നെറ്റ് ബാങ്കിങ് വഴി ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഫീ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണോ എന്നുള്ള കാര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ സക്സസ്ഫുൾ ആണോ എന്നുള്ള കാര്യം എങ്ങനെ നോക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ ചലാൻ റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാൻഡേറ്ററി ഫീ റെസിപ്റ്റ്, അതായത് മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഒരു മാൻഡേറ്ററി ഫീസ് റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അതായത് റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് എന്നുള്ള ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചലാൻ റെസിപ്റ്റിൽ നിങ്ങളുടെ മാൻഡേറ്ററി ഫീസിൻ്റെ റെസിപ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കാം. അതേസമയം അവിടെ പേയ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ സക്സസ്ഫുൾ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൂടാതെ തന്നെ ഇവിടെ മാൻഡേറ്ററി ഫീ എന്നുള്ള ഭാഗത്തുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് ഫെയിൽഡോ മറ്റോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഫെയിൽഡ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോൺ വഴി അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ അപേക്ഷിക്കാതെ ഈ ഫീസ് അടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫീസ് അടച്ച് തരുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ചലാൻ റെസിപ്റ്റ് ഓപ്ഷൻ്റെ അവിടെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷനായിട്ട് നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് അടച്ചിട്ടുള്ള ആ ഒരു പൈസയുടെ ആ ഒരു റെസിപ്റ്റ് അവിടെ വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കാം. ചലാൻ റെസിപ്റ്റിൽ കൃത്യമായിട്ട് തന്നെ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ചലാൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ആ ഒരു ചലാൻ റെസിപ്റ്റിൽ നിങ്ങളുടെ ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ള ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രസ് റിലീസിൽ തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രസ് റിലീസ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രസ് റിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ കാണാം FIUG ക്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസ് റിലീസ് കൊടുത്തത് കാണാം. ജസ്റ്റ് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രസ് റിലീസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മാൻഡറ്ററി ഫീസ് അടക്കുകയും അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി അലോട്ട്മെൻറ്റ് പരിശോധിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മാൻഡറ്ററി ഫീസ് അടക്കുകയും ചെയ്യേണ്ടതാണ്. മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം സ്റ്റുഡൻറ്റ് ലോഗിനിലെ മാൻഡറ്ററി ഫീ റെസിപ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. അതത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ചലാൻ റെസിപ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ മാൻഡറ്ററി ഫീ റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് മാൻഡറ്ററി ഫീസിൻ്റെ റെസിപ്റ്റ് ലഭ്യമായവരെ മാത്രമേ തുടർ അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാൻഡറ്ററി ഫീ റെസിപ്റ്റ് അതായത് ഫീസ് അടക്കുന്നതിനുള്ള ലിങ്ക് 25/6/2025 വൈകുന്നേരം 5 മണി വരെ ലഭ്യമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും പേയ്മെൻറ്റ് ഫൈൽഡ് ആവുന്നതിനൊക്കെ കാരണം അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേയ്മെൻറ്റ് അപ്ഡേഷന് പരാജയ സാധ്യത കൂടുതൽ ആയതിനാൽ UPI പേയ്മെൻറ്റുകൾക്ക് പകരം നെറ്റ് ബാങ്കിങ് സംവിധാനം പരമാവധി ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ മാൻഡറ്ററി ഫീസ് അടക്കാത്തവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നതും അതുകൂടാതെ തന്നെ തുടർ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതും ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾക്ക് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ലഭ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാൻഡറ്ററി ഫീസിൻ്റെ റെസിപ്റ്റ് വന്നിട്ടുണ്ടെന്ന കാര്യം കൃത്യമായിട്ട് ചലാൻ റെസിപ്റ്റിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് 24/6/2025 വൈകുന്നേരം 5 മണി വരെയുള്ള എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഓപ്ഷനുകൾ നിർബന്ധമായിട്ടും റദ്ദ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 24 എന്ന് പറയുമ്പോൾ ഇന്നലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാലും ചിലപ്പോൾ അവസരം കിട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യണമെങ്കിൽ. കാരണം ചില സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു അവസരം ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാനുള്ള അവസരം നീട്ടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അൺലോക്ക് ഓർ എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാവുന്നതാണ്. ഇത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഈ ഒരു ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിലും ആ ഒരു പുതുതായിട്ട് കിട്ടിയ സീറ്റിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരിക. അല്ലാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ നഷ്ടമാകുന്നതായിരിക്കും. അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നത് അല്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ വേണ്ടാത്ത ഓപ്ഷൻ സെലക്ട് ചെയ്ത ഓപ്ഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ആണ് ചെയ്യാൻ പറ്റുക. അതായത് എല്ലാ ഓപ്ഷനും വേണ്ട, ഏതെങ്കിലും കുറച്ച് ഓപ്ഷൻ മാത്രം റിമൂവ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ മാത്രം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ്. നിങ്ങളുടെ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റിൻ്റെ ആദ്യം തന്നെ നിങ്ങളുടെ ചലാൻ റെസിപ്റ്റ് ഓപ്ഷനിൽ മാൻഡറ്ററി ഫീ റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാൻഡറ്ററി ഫീ റെസിപ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കാം. അതേസമയം മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ മാൻഡറ്ററി ഫീ എന്ന ഓപ്ഷനിൽ നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ നോക്കുന്ന സമയത്ത് അത് ഫെയിൽഡ് ആണെങ്കിൽ നിങ്ങളൊന്നുകിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെ നിങ്ങൾ അപേക്ഷ അല്ലെങ്കിൽ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷയുടെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പുതിയ പ്രിൻ്റ് ഔട്ട് അഡ്മിഷൻ സമയത്ത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.